ഹേ ഓൾ, നമ്മളിപ്പോൾ പാർട്ട്ണറിനെ ഒന്ന് പിക്ക് ചെയ്യാൻ വേണ്ടി ഇൻഫോ പാർക്കിലോട്ടൊന്ന് പോയിക്കൊണ്ടിരിക്കുക. കുറേ പേര് ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഈ എഡ്ജിങ് വാണിംഗ് ലൈറ്റ് കത്തുന്നത് എന്തുകൊണ്ടാണെന്ന് കുറേ പേര് ചോദിച്ചായിരുന്നു. അത് ഈ വണ്ടി നമ്മൾ സ്റ്റാർട്ടാക്കുന്ന ടൈമിൽ സ്റ്റാർട്ടാവാതിരിക്കുമല്ലോ, ഇങ്ങനെ ക്രാങ്ക് ചെയ്തിട്ട് ചുമ്മാ ഓഫായി പോയില്ലേ, അങ്ങനെ 2-3 പ്രാവശ്യം ആക്കുമ്പോൾ കത്തുന്നതാണ്. എന്നിട്ട് 3-4 പ്രാവശ്യം നമ്മൾ ഓണാക്കി, മീൻസ് ഒരു ദിവസം നമ്മൾ വണ്ടി ഓണാക്കി ഓഫാക്കി കുറച്ച് കഴിഞ്ഞത് റീസെറ്റ് ആയിക്കോളും. ഒരു 3-4 പ്രാവശ്യം ഓണാക്കി ഓഫാക്കുമ്പോൾ റീസെറ്റ് ആവും. ഇപ്പോൾ കിടക്കുന്നുണ്ട്. അതാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ പെട്ടെന്ന് ചെക്ക് എഞ്ചിൻ ലൈറ്റ് ശ്രദ്ധിക്കുന്നത്. നമ്മൾ തേവയ്ക്കൽ സൈഡാണ്, തേവയ്ക്കൽ കങ്ങരപ്പടി എന്നൊക്കെ പറയും. നമ്മൾ കാക്കനാട് ഉള്ളവർക്ക് അറിയാം, കാക്കനാട് എടച്ചിറയുടെ മുകളിലോട്ടുള്ള സൈഡാണിത്. മീൻസ് അവിടെ നിന്ന് നമ്മളിപ്പോൾ എടച്ചിറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, യെസ് ഗൈസ്, ഇതൊരു ചെറിയൊരു ഷോർട്ട് കട്ടാണ്. നമുക്ക് നേരെ നമ്മുടെ വണ്ടർല റൂട്ടിൽ പോയി കയറാൻ പറ്റും. വണ്ടർല കാക്കനാട് റൂട്ടിൽ പോയി കയറാം, നൈസാണ്. പോണം. ആ ട്രാവലറായിട്ട് ഇതിൽ കൂടെ എടുത്തിട്ടുണ്ട്. പക്ഷെ ടൈറ്റ് റോഡാണ് ഇത്തിരി. അതുകൊണ്ട് അവിടെയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് സ്ഥലം. പക്ഷേ ടൈറ്റ് സ്ഥലമാണ്. പുള്ളിക്കാരൻ അതേ എടുത്തിട്ട് വന്നിട്ടുണ്ട് ട്രാവലർ, അറിയില്ല. ടൈം വന്നിട്ട് 5 മണി ആയിട്ടുള്ളൂ. സോ ഇപ്പം അത്ര തിരക്കുണ്ടാവില്ല. മോർണിംഗ് അടിപൊളി തിരക്കാണ്. മോർണിംഗ് ഒരു ദിവസം ഞാൻ വീഡിയോ എടുക്കാം. മോർണിംഗ് പോകുമ്പോൾ ഫുൾ ബ്ലോക്ക് ആയിരിക്കും ഇവിടെയൊക്കെ. എന്നാണ് മഴയില്ലാത്ത മഴ. ഇന്ന് ഒരു ദിവസം മഴയില്ലാണ്ട്, ഇത്ര ദിവസം ഫുള്ള് മഴയായിരുന്നല്ലോ. എൻലൈൻ, വെന്യൂടെ എൻലൈൻ ആണല്ലോ. നല്ല സൗണ്ടൊക്കെ ഉണ്ട്, അടിപൊളിയുണ്ട്. ഇത്തിരി ഒരു ഗ്രണ്ട് സൗണ്ട് ഉണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ വണ്ടി, കാറ് സ്പോട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് മീൻസ് സ്മാർട്ട് സിറ്റിയുടെ ഉള്ളിലാണെങ്കിലും
ഇപ്പോൾ നമ്മളത് ഇടച്ചറ എത്തിയിട്ടുണ്ട്, ഇടച്ചറ ജംഗ്ഷൻ. ഇവിടെ ഇപ്പോൾ റോഡൊക്കെ ഒന്ന് റീറൂട്ട് ചെയ്താണ്, സംഭവം 1 വേ ആക്കിയതാണ്. ഇതേ വന്നിട്ട് ചുറ്റി പോകാൻ വേണ്ടിയിട്ട്, തിരക്കൊന്നും ഒഴിവാക്കാൻ. ഗൈസ് ഇപ്പോൾ നമ്മൾ ഇടച്ചറ എത്തിയിട്ടുണ്ട്. ഇടച്ചറ ഇവിടെ ഭയങ്കര തിരക്കപ്പെടും. ഇവിടെ തിരക്കാൻ കാരണം എന്താ വെച്ചാൽ ചെറിയ റോഡാണ്, അതാണ് മെയിൻ തിരക്കാൻ കാരണം. അത്രമാത്രം വണ്ടികൾ ഒരുപാട് രാവിലെ ഈവനിങ് വണ്ടികൾ ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെയും ബ്ലോക്കാവും. ബ്ലോക്കായ ക്യൂ അവിടം വരെ ഉണ്ടാവും, മറ്റേ ആ ജംഗ്ഷൻ വരെ ഉണ്ടാവും. ഇവിടെ അല്ല, മുന്നത്തെ ജംഗ്ഷൻ വരെ. നമ്മളിപ്പോൾ ഇടച്ചറയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ഇൻഫോ പാർക്കിൻ്റെ ഫ്രണ്ട് എത്തിയിട്ടുണ്ട്. ഈ റോഡ് നേരെ പോലെയാണ് കാക്കനാട് എത്തുക കേട്ടോ. കാക്കനാട് ബസ് സ്റ്റാൻഡ് ടൗണൊക്കെ. കാക്കനാട് ഇൻഫോ പാർക്ക് ഫേസ് 1 ആണ് ഇവിടെ റൈറ്റ് സൈഡ് കാണുന്നത്. ഇതുണ്ടല്ലേ മെട്രോയുടെ ഇലക്ട്രിക് ബസ്സാണ്. ഫീഡർ ബസ്, അതായത് മെട്രോ ടു ഇൻഫോ പാർക്ക്. അങ്ങനെ ഇത് വാട്ടർ മെട്രോ വരെ പോകും തോന്നുന്നു, അങ്ങനെയാണ് തോന്നുന്നത് എനിക്ക്. കാക്കനാട് ലെഫ്റ്റ് സൈഡാണിത് നമ്മുടെ സ്മാർട്ട് സിറ്റി, റൈറ്റ് സൈഡ് ഇൻഫോ പാർക്ക് തന്നെ. ആ കയറി ഉള്ളിൽ പോയി. ഓ വൈറ്റിലെ വഴി. ആ പാലിന് വേട്ടത്താണല്ലേ. നമ്മൾ പിക്ക് ചെയ്താലും ഇവിടെ നമുക്ക് ഡയറക്റ്റ് തിരിക്കാൻ പറ്റില്ല, ഇവിടെ വന്ന് യൂട്ടേൺ എടുക്കണം. അവിടെ ഇലക്ട്രിക് ബസ്. ഇലക്ട്രിക് ബസ് നമ്മളിവിടുന്ന് യൂട്ടേൺ എടുത്ത് പിന്നെ വരണം. ഇവിടെ മൊത്തം മെട്രോൻ്റെ പണിയായതുകൊണ്ട് ഇവിടെയൊക്കെ അങ്ങനെയാണ് ബ്ലോക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട്.
ഇല്ല, സ്ട്രൈറ്റ് പോവാലോ. ഗൈസ്, അപ്പോൾ നമ്മളിതാണ്ടല്ലേ എൻജിൻ വാണി ലൈറ്റ് ഓഫായിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് ഇറങ്ങിയപ്പോഴേക്കും ഇത് ശരിയായി, എൻജിൻ വാണി ലൈറ്റ് ശരിയായി. അപ്പോൾ ഒരു ചായ കുടിച്ചാൽ ശരിയാവുന്ന പ്രശ്നമുള്ളൂ എൻജിൻ വാണി ലൈറ്റിന്. ഗൈസ്, അപ്പോൾ നമുക്ക് അടുത്തൊരു ടോപ്പിക്കായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.